ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കും. തൂക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. തോന്നുന്നല്ല, ആർപ്പുവിളികളാ സത്യം. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും കുറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ്. ഇപ്പോൾ കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകൾ കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ ഓട്ടം എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നു. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ് മുതലെടുത്തുകൊണ്ട് നൗഷാദിനെ ശക്തമായി സമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ അതിമനോഹരമായി ഗോൾ നേടിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളിൽ അനുഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് കരുത്തരായ ഫോഴ്സിന്റെ ഗോൾ വലയെ ചലിപ്പിച്ചുകൊണ്ട് ആദ്യ പകുതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ രണ്ടാം പകുതിയിലേക്കുള്ള വിസിൽ മുഴങ്ങുകയാണ്. ഏറനാടൻ സ്റ്റാലിയൻസ് സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത് CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ? കേട്ടില്ല. പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ? മാറ്. Shot. എന്ത് പറ്റി? ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ, ഇനി ഇവിടുന്ന കുഴപ്പാ. He's dead. നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഈസി, ഇത് കളി വേറെയാ. ഇനി വീട്ടിൽ നിൽക്കണം. അപകടം. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. വണ്ടി എടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി,
നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം, താനാ ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്കുറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ടിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നത്. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടു ഇപ്പൊ തന്നെ. സർ, ദീപക്, പ്രൊട്ടക്ഷനുള്ള PC യെ വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം. സർ, അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫീഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ. സർ, എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർട്ട് ഉടനെ കളക്ട് ചെയ്യണം. സർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. സർ. ദീപകെ, സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ. സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്ത്. അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റിവെക്കും. ബാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ആ, അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചു പേരെയും കൂടി വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. ആരും തന്നെ വെടിവെച്ച് കേട്ടിട്ടില്ല എന്നതിനാൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നാവാം വെടിയുതിർത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി P. സുഗതൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണാൻ കഴിയില്ല. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കൊല നടത്തിയിരിക്കുന്നത്. സർ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പറയാനുള്ള കാരണം ഊഹാപോഹങ്ങൾ വെച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും മീഡിയ സ്പ്രെഡ് ചെയ്യുക. ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഹോം മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തുന്നു. അവർ കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോയനെ. എന്നാലും ഈ മോഹനെ ആരായിരിക്കും കൊന്നത്? കൊന്നത് മോഹനെയാണെങ്കിലും ലക്ഷ്യം ഞാനാ TC.